നമ്മളൊരു ക്യാമ്പിങ് എടുത്തേക്കാന്ന് വെച്ചു. നമ്മുടെ വീടിൻ്റെ അടുത്തുനിന്ന് ഒരു 150 കിലോമീറ്റർ, നമ്മുടെ ഇവിടെ നിന്ന് നമുക്ക് 150 കിലോമീറ്റർ ഉണ്ട് വീട്ടിലേക്ക്. ഇവിടെ നോർമലി ഉള്ള വീടിൻ്റെ ഷേപ്പാണ്, നമ്മുടെ വീടിൻ്റെ പോലെ തന്നെ അല്ലേ. അപ്പോൾ നമ്മൾ ക്യാമ്പ് ചെയ്യുന്ന പ്ലേസ് ഇന്ന് ഇവിടെയാണ്. ജോണിക്കുട്ടിക്ക് മീൻ പിടിക്കാനുള്ള സൗകര്യം പ്രമാണിച്ചാണ് നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്യുന്നത്. 2 പിള്ളേരും മീൻ പിടിക്കുന്നുണ്ട്. വെള്ളത്തിൽ ചാടുന്നുണ്ടോ? നമുക്ക് അതിനുള്ള ഇതുണ്ടോ? ആശാനേ ജഗ ജഗ ജഗ. അപ്പം നമ്മൾ ഇന്ന് ഇവിടെയാണ് പന്തൽ കെട്ടുന്നത്. കാറ്റുണ്ടോ? ചെറിയ കാറ്റുണ്ട്, പക്ഷെ എന്നാലും വലിയ കുഴപ്പമില്ല, തണുപ്പില്ല, വെയിലുണ്ടല്ലോ. ഇവിടെ വെള്ളത്തിൽ ഇറങ്ങുന്ന സെറ്റപ്പോളജിയാന്ന് തോന്നുന്നു ആ സൈഡ്. ഓ, ഇവിടെ ഇങ്ങനെ ഇറങ്ങാനുള്ള പ്ലേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല, കുട്ടി ഇച്ചിരി ചാടാൻ വന്നാലും ഇതിൻ്റെ വരിപ്പത്ത് അവൻ ഇരുന്നോളും. അപ്പോൾ അവൻ നല്ല ഉറക്കമാണ്. ഒരു കുഞ്ഞൊരു കുട്ടി ഐലൻഡൊക്കെ ആയിട്ട് നല്ല രസമുണ്ടേ. ആമ്പൽച്ചെടിയുണ്ട്, പൂവായിട്ടില്ല. വെള്ളത്തിന് വേറൊരു കളറാണ്. ഫില്ലൻഡിൽ അങ്ങനെ നല്ല തെളിഞ്ഞ് നീലവെള്ളം ഒന്നും കാണാനായിട്ട് കിട്ടുകയില്ല. ചെറിയൊരു ഇങ്ങനത്തെ ഒരു കളറൊക്കെ ആയിരിക്കും. ഇവിടെ എന്തോ ഒപ്പിച്ചു. അപ്പൻ എന്നൊക്കെ പാടുന്നുണ്ട്. മോൻ എന്നെ ഒപ്പിച്ചേ? മോനോ മോളോ? ഓണടിച്ചാൽ പിള്ളേരെ പേടിപ്പിച്ച് ഓടിക്കാന്നാണ് വിചാരിച്ചേ. അവന്മാര് ഷാർക്കിനെയും പിടിച്ചിട്ട് ഇവിടെ നിന്ന് പോകത്തുള്ളൂ. നിപ്പ് കണ്ടാലറിയാം. ചോണിക്കുട്ടി ചെന്ന് എടുത്തെറിയടാ. ഷാർക്കിനെയും പിടിച്ചിട്ടോ? അയ്യോ ചുമ്മാ പറഞ്ഞു ഞാൻ. വെയിറ്റ് ചെയ്തെല്ലാം സെറ്റ് ചെയ്യട്ടെ മോനെ. വലിയ പ്രതീക്ഷയോടെ എല്ലാം നമ്മൾ നിവർത്തി സെറ്റ് ചെയ്തതാണ്. അവസാനം മഴ ആയതുകൊണ്ട് നമ്മൾ അകത്ത് കയറിയിരുന്നു. ഇന്നിപ്പം മഴക്കാറുണ്ട്, പക്ഷെ പ്രതീക്ഷയ്ക്ക് വകുപ്പായിട്ട് നമ്മുടെ സൺലൈറ്റും ഉണ്ട്. ടയേർഡാണെങ്കിൽ നമ്മൾ എന്തൊക്കെയല്ലേ പറയുന്നേ? അല്ല, ഇപ്പം നമ്മൾ എന്തെങ്കിലും കാര്യമൊക്കെ പറയുമ്പോഴേ ടയേർഡാണെങ്കിൽ ടയേർഡാകുമ്പോഴാണ് നമ്മുടെ കിളി പോകുന്നത്. ആണോ? മേ ബി. കുറേ നേരമില്ലേ ചക്ക ചക്കാന്നൊക്കെ പറഞ്ഞു. ഇവിടെ ഒരു ഒരു ബോട്ടിൽ വെച്ചിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് പൂ കുറച്ച് വയ്ക്കായിരുന്നു. ആ, സീരിയസ്ലി, ഡു യു വാണ്ട് മീ ടു കുക്ക്? ആക്ച്വലി ഞാൻ ഓർഡറാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഓർഡർ ചെയ്യാൻ പറ്റുമോ? പിസ്സ പിസ്സയൊക്കെ തിന്ന് നമ്മളിവിടെ ഇങ്ങനെ ചാരുകസേരയിൽ ഈ വ്യൂ ഒക്കെ ആസ്വദിച്ചിരിക്കണ അവസ്ഥ ഓർത്ത് നോക്കൂ. ചേട്ടന് താല്പര്യമില്ല, ചേട്ടന് കുക്ക് ചെയ്യണം. എന്ത് രസമല്ലേ? ഈ താളം കൊണ്ട് മാത്രം കാര്യമില്ല മോനെ, എടുത്തു വെക്കടാ കുട്ടാ. ഓർഡർ ചെയ്യോ? കണ്ണിലോട്ട് ചോദിച്ചു മൊത്തം. അവർക്ക് മീൻ കിട്ടുന്നുണ്ടോ നോക്കിയിട്ട് നമുക്ക് കിട്ടാൻ പറ്റില്ല എന്നാണ് ജോണിക്കുട്ടി പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാം സെറ്റാക്കി കഴിഞ്ഞപ്പോഴേക്കും ചെറിയ തണുപ്പും തുടങ്ങി. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഒരു കാട്ടുപൂക്കളൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളി വ്യൂ ആട്ടോ ചുക്ക്. കുട്ടിക്ക് സ്റ്റോറിയിടാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇടാൻ സാധ്യത ഉണ്ടോന്ന് അറിയില്ല. ആ സാരമില്ല, അത് അല്ലെങ്കിൽ അവിടെ പോയി ഇറങ്ങി അവിടെ പോയി എടുക്കാം. കുറച്ച് അവിടെ ഇട്ട് നോക്കാം കേട്ടോ. ജോണിക്കുട്ടി അവിടെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് മോശമായതുകൊണ്ട് ആൾക്കാർ കുറവാണ്. കിട്ടിയോ? പൊക്ക് പൊക്ക്. പിടിക്കില്ല.
അമ്മ ഇപ്പൊ അവനെ കഴുകി ആ ഗ്ലാസ്സിലോട്ട് വെള്ളം ഇട്ടിട്ട് അതിലിട്ടേപ്പോ ആ അതിലോട്ടിട ചത്തത് ഇല്ല ജാമല്ല ഇങ്ങോട്ട് കാണിക്കപ്പോ ആ കാണിച്ചേ ആ മീമി മീമി ഇത് എന്നാ കണ്ടേ ചേട്ടൻ മീമീനെ പിടിച്ച് കണ്ടോ ഇത് ഫുഡ് ഉണ്ടാക്കുന്നതിനുള്ള കൺഫ്യൂഷനാണേ. അതിനിങ്ങനെ ഇരിക്കുവാണ്. ഒരിക്കലും ഇല്ലാത്ത കാറ്റ് ഏടി വെച്ച് കയറി വന്നതാണ്. എന്റെ പൊന്നെ ഒന്നും ആസ്വദിക്കാൻ വേണ്ടി വിട്ടില്ല നമ്മൾ. സാധനം കാറ്റ് പിടിക്കും പുള്ളി മീൻ പിടുത്ത് എന്നാലും നിർത്തുന്നില്ല എന്നുള്ള ഇത്രയും കാറ്റാ. ജോണിക്കുട്ടി ഇനി വിളിക്കില്ല, നീ ഇവിടെ വന്നേ. ഒരു തവണ പറഞ്ഞു നീ അനുസരിക്കണം. ഇവിടെ വന്നേ, കാറ്റ് മാറിയിട്ട് പിടിക്കാൻ പോവാം. വാ, സാധനം പിടിച്ചില്ലേ പറഞ്ഞു. ചെറുക്കനാണെങ്കിൽ മീൻ പിടിക്കണോടൊപ്പം അത്രമേ ഇനി ഇതും ഉണ്ടായിരുന്നു. നമ്മൾ അവിടുന്ന് പോന്നപ്പോഴേക്കും ഒന്ന് ക്ലീൻ ചെയ്യാനാണ് പോകുന്നത്. നല്ല രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞ ശേഷം നമ്മൾ എന്നാ കഴിച്ചേ, നമ്മൾ അവിടുന്ന് കോഫി കുടിച്ചിട്ടുള്ളൂ. പിള്ളേർക്ക് വെച്ചേക്കാൻ തുടങ്ങി. എസക്കുട്ടിക്ക് നമ്മൾ ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. മഴ വന്നോക്കേ, ആ സാധനം എല്ലാം തിരിച്ചു കയറ്റി വെച്ചപ്പോഴേക്ക് ഇതേ കാറ്റ് മാറി. ഫില്ലന്റ് പെയ്തത് മാത്രല്ല നോർവേയിലും അങ്ങനെയല്ലേ. അത് ഓഫ് ചെയ്തേരെ, എപ്പോഴും അത് ഓഫ് ചെയ്തേരെ. എന്താണ് സഖി? എന്നാ ചെയ്യാണ് ചക്കരെ? പകത്തിയാണോ? എനിക്ക് സംശയം പാമ്പ് വല്ലതും കടിച്ചോ? കഴിവാവയൊന്നും അല്ലല്ലോ ഇത്ര അറ്റൻഷൻ സീക്ക് ചെയ്യാൻ. ബ്ലൂബെറിയില് ചവിട്ടി കറ വന്നോന്ന് പറഞ്ഞ പാമ്പ് കടിക്കുമ്പോ അതിന്റെ 2 പാടുണ്ടാവും. പാടുണ്ടോന്നുള്ളത് അതില് പാടൊന്നുമില്ല. ഇത് ബ്ലൂബെറി അരച്ച് കുറച്ച് പാടായിരിക്കും. കുറച്ച് അഹങ്കാരികൾ ഒരിക്കലും പാടില്ല, അത് മറന്നോ. സത്യാനായി കഴിഞ്ഞ ദിവസം വലിയ അഹങ്കാരി എന്നേക്കാൾ വലിയ ഫാനുണ്ടോ? നീല ഇന്ന് കുക്ക് ചെയ്യുമ്പോ നമ്മള് നീല അല്ലേ? ഇഷ്ടപ്പെട്ടോ? നല്ലതാണോ? കണ്ടിട്ട് നല്ലതാണോ? ആണോ ശുക്കുട്ട? കൊച്ചിന് കൊടുക്കാനുള്ള ഫുഡ് ചൂടുവെള്ളത്തിലിട്ട് ചിക്കു സിമ്പിളായിട്ട് അറേഞ്ച് ചെയ്യുന്നു.
ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഓക്കെ. അപ്പം നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇത് പസ്തയാണോ സ്പഗത്തിയാണോ? സോറി, സ്പഗത്തി. ഇതിങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് ഇട്ടിരിക്കുന്നു. വിശപ്പ് കൂടി വരും കേട്ടോ, ഒരു രക്ഷയില്ല. എന്റെ കൊച്ചിന് കൊച്ചിന് ഉടുപ്പൊക്കെ മാറ്റിച്ചിട്ട് എല്ലാരും പ്ലേറ്റ് സീറ്റിങ്ങിന് വേണ്ടി റെഡി ആയിരിക്കും. ജൂനിയർ ഇതിന്റെ പേര്. ചെയ്യിപ്പിക്കുന്നു. പിന്നെ എന്റെ ബേബി എന്താണ് പേര്? ബേബിക്കും എടുത്തോട്ടെ ഒരെണ്ണം. പ്രോട്ടീനും പ്രത്യേകിച്ച് അർപ്പാടൊന്നും കാണിക്കുന്നത് എല്ലാവർക്കും ഒരേ പുഴുങ്ങിയ മുട്ടയും കൂടെ നിൽക്കുമ്പോൾ ബെറ്ററായി വരുന്നുണ്ട്. ഇന്നലെ രാത്രി മമ്മയുടെ ഒരു പവർഫുൾ കാപ്പി കുടിച്ചതാ. അതിനൊന്നും പരിച്ചില്ല, അതിനായിരിക്കില്ല അങ്ങനെയൊക്കെ. നല്ല ചൂടല്ലേ? ആശ്രയന്റെ പാത്രം 9 ഇന്ന് ഞാൻ വിളമ്പി തരാൻ പിടിച്ചു. തീ പിടിക്കും. അതിലൊരു ഷെല്ലുണ്ട്, അപ്പൊ ആ ഷെല്ല് പയ്യെ മാറ്റിക്ക്. അയ്യോ സൂക്ഷിച്ചു, ഉണ്ണി കഴിക്കത്തില്ല. ഉണ്ണി വേണ്ട, ഇത് കഴിച്ചു. ചൂട്. ആ വെള്ളം കഴിക്കുന്നതിന് അവന് ആവശ്യം വെള്ളയാണ്. ആ നല്ല ചൂടാട്ടെ കുട്ടാ. ഇപ്പൊ വീണ്ടും കാലാവസ്ഥ മാറിയേ. ചൂട്. മീറ്റെടുക്കട്ടെ. ഒരു പ്ലേറ്റ് അയ്യോ കൊച്ചേ, അവന്റെ സീറ്റ് മാറ്റണ്ടായിരുന്നു. അവന്റെ സീറ്റ് മാളുവിന്റെ മടിയിൽ നിന്ന് മാറ്റിയ മമ്മ ഇപ്പൊ മേടിക്കും ഇത് വിളമ്പി കഴിയുമ്പോ. കുട്ടിയുടെ ഇത് പപ്പയുടെ. ഓക്കെ, എന്റെ കുഞ്ഞു ബാവയ്ക്ക് സെർവ് ചെയ്യില്ലല്ലോ. എവിടെ വെച്ചിരിക്കുന്നേ? പപ്പ പ്രകൃതി ചോദിച്ചോ. മാളൂന്ന് പറഞ്ഞു വിളിയോട് പോയാ മാളൂന്ന് പറഞ്ഞു. മാള് പുറത്ത് പോയപ്പോഴേക്കും പിള്ളേര് പുറത്ത് ഭയങ്കര കളിയായിരുന്നു. ഉച്ചക്ക് പാത്രം കഴിച്ച പരിപാടിയാണ്. ജോണിക്കുട്ടിയെ മീൻ പിടിക്കാൻ സ്ഥലമായിരിക്കുമായിരുന്നു. ജോണിക്കുട്ടിക്കൊന്നും കിട്ടുന്നില്ല. എന്നോട് ചെറുക്ക നീ ഇങ്ങനെ ചീറി കയറുന്ന എന്റെ പൊന്നേ മതി. മുന്നേ ജോണിക്കുട്ടിയാണതേ അവിടെ മീൻ പിടിക്കുന്നത്. പൊക്കും അവിടെ കാക്കയൊന്നും ഇല്ലെന്നേ. കാക്ക അവിടെ ഇല്ലാന്നേ. ഞങ്ങള് ഇങ്ങനെ ചെയ്യും, റോക്ക് പേപ്പർ സീസേഴ്സ് കളിക്കണം. എന്നിട്ട് തോറ്റു പോണ ആള് അവിടെ നേരെ ഓടി വരണം. അതിന് മറ്റേ ആൾ അതുവരെ കഴിച്ചോണ്ടിരിക്കും. റോക്ക് പേപ്പർ സീസേഴ്സ്. 3, 2, 1. 3, 2, 1. 3, 2, 1. ഓടും, രക്ഷയില്ല. അതുവരെ മഴ തിന്നോണ്ടിരിക്കോ? ഓ, അത് ഭയങ്കര ഓവറത്തെരിയതപ്പാ. ഞാൻ മെർസി കാണിക്കാം. ഈ കൊച്ചു പറഞ്ഞിട്ട് ഈവനിങ് നമുക്ക് എന്തെങ്കിലും ഗ്രില്ല് ചെയ്ത് കഴിക്കാന്ന് വിചാരിച്ചു. റെഡിയായി. വെള്ളം വേണ്ട നമുക്ക്. തൊപ്പി എന്റെ കുഞ്ഞിന്റെ തൊപ്പി. അങ്ങോട്ട് പോവാം. അവിടെ നമ്മൾ ഫിഷാണ് ഗ്രില്ല് ചെയ്യണേ. അതിൻ്റെ കൂടെ സാലഡുമാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അവിടെ ഒരു പട്ടിക്കുഞ്ഞ് കിടക്കുന്നതിന് ഇവനിപ്പോൾ പോകാൻ പാടില്ല. പയ്യെ സൂക്ഷിച്ച് മേളില്ല താഴെ മൂക്കേ തൊടല്ലേ മോനെ. ഓയ് സൂക്ഷിച്ച് വര വസ്തു പോരെ.
ഓക്കെ കഴുകാം. കുട്ടിയുണ്ട് ഇവിടെ. അവരുടെ പെറ്റിന്റെ ആക്ച്വലി പട്ടീനെ നമ്മൾ പെറ്റ് ചെയ്യും, പക്ഷെ അതിന്റെ മൂക്കേല് അങ്ങനെ കുഞ്ഞു പിള്ളേരെ ടച്ച് ചെയ്യിപ്പിക്കാറില്ല. ഇവൻ പോയി നേരെ മൂക്കേലും വായിലൊക്കെയാ തൊടുന്നത്. ഒന്ന് വാഷ് ചെയ്ത് നമുക്ക് ഫുഡ് കഴിക്കാനുള്ളതല്ലേ. ആ ഞാൻ പോയില്ലേ ഇവര് വാന്ന്. അത്രയും പറയാൻ മതി. നീ അത് കനലാവട്ടെ. കുട്ടി വാ, അപ്പ എടുത്ത് വന്നിരുന്നോ. വാ അപ്പ എടുത്തോ. അതെ മതി മതി ജോണിക്കുട്ടി, നീ അത് മതി. നമുക്ക് ഇവിടെ നമുക്ക് സൗണ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ആ ബിൽഡിങ്ങിനകത്ത്, ആ റെഡ് ബിൽഡിങ്ങിനകത്ത് സൗണയാണ്, വിറക് വെച്ച് കത്തിച്ചിട്ടുള്ള സൗണയാണ്. അത് കഴിഞ്ഞ ശേഷം നേരെ ലേക്കിലേക്ക് വെച്ചാടുന്നു. നല്ല സൺസെറ്റ് ആകാൻ സാധ്യതയുണ്ട്. നല്ല വെതർ. ഡോർ ക്ലോസ് ചെയ്യാം. ഈ മീൻ വെക്കാതെ ആ തുരുമ്പ് സാധനം എടുത്തു അത് ഗ്രില്ല് ചെയ്യണെന്തിനാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പൊടിയുണ്ടായിരുന്നു, പിന്നെ തുരുമ്പുണ്ടായിരുന്നു, കുറെ ദിവസം ഉപയോഗിച്ചിട്ട്. ഇവിടുത്തെ അല്ലേ? ആ ഇവിടുത്തെ. അപ്പൊ നമ്മൾ തന്നെയാണ് ആദ്യമേ ഇതിന്റെ കത്തിച്ചതിന്റെ തുരുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ സ്റ്റെറിലൈസ് ചെയ്യാം. ബുദ്ധിമാനാണ് ബുദ്ധിമാൻ. ഞാൻ ഇവിടെ ഒന്നും ഇരിക്കേണ്ടതല്ല, നല്ല പണ്ഡിതൻ. പണ്ഡിതനാണ് അത്രേ, പണ്ഡിതൻ. അതായത് സമയം രാത്രി 9:30 കേട്ടോ. നല്ല ചെറിയ തണുപ്പ്, കാറ്റിന് ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. നല്ല സുഖമാണ്. തീ കാഞ്ഞിരിക്കുമ്പോൾ സുഖമുണ്ട്. പിള്ളേര് വണ്ടിക്കകത്തിരിപ്പുണ്ട്. സാലഡൊക്കെ ഞാൻ അതിൻ്റെ തരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഗ്രില്ല് ചെയ്തിട്ട് ഇവിടുന്ന് എടുത്തോണ്ട് അങ്ങോട്ട് പോവാണ്. പക്ഷെ എന്നാലും എന്നാ സ്ട്രെയിനാന്ന് ഓർത്ത് നോക്കിയാൽ അതിന് മറ്റേ കാലിൻ്റെ ഇതുണ്ടോ കഴിയല്ലോ. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ട് കുളിക്കാൻ. കുളിക്കാൻ കേട്ടോ. അവിടെ കഴിഞ്ഞ് കുളിച്ച് ഓക്കെ കട്ടിങ് പാട് കൊണ്ടുവന്നു. വെജിറ്റബിൾ ബാക്കിൽ വെച്ച് കട്ട് ചെയ്തു. ഞാനേ മാക്സിമം, അതായത് പെൺപിള്ളേർക്ക് ഇങ്ങനത്തെ ഗ്രില്ലിംഗ് ഒക്കെ ചെയ്യുന്ന കാര്യത്തിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. മീൻ പിടിക്കുന്നതിനൊക്കെ കുറച്ച് ഇൻട്രസ്റ്റേ ഉള്ളൂ. ജോണിക്കുട്ടിക്ക് ഗ്രില്ല് ചെയ്യുക, മീൻ പിടിക്കുക എന്നുള്ള ഇൻട്രസ്റ്റ് ആണ്. അപ്പം നമ്മളിത് ചെയ്യുമ്പം അവന് ഓരോരോ കാര്യങ്ങൾ ഉൾപ്പെടുത്തുക. അതെടുത്തുണ്ടോ ജോണിക്കുട്ടി, ഇതെടുത്തുണ്ടോ ജോണിക്കുട്ടി, ഇങ്ങോട്ട് വെക്ക് ജോണിക്കുട്ടി പറയുന്നത് ജോണിക്കുട്ടി എടുത്ത് വെക്കുന്നു. പിന്നെ എന്നോട് എത്രണ്ണോ പറഞ്ഞടാ ഇന്ന് നീ അവന് ഇനിയും മീൻ പിടിക്കാൻ അതിൻ്റെ അകത്ത് പോയിരിക്കണം. പറ്റില്ല നാളെ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിരിക്കുന്ന കനലായിട്ട് കനൽ വേണം. മനുഷ്യന്റെ ഒരു കാര്യം സ്റ്റെറിലൈസ് ആയിട്ടുണ്ട്. കഴിച്ച് ഉടുപ്പിലെല്ലാം തോളാൻ പിടിച്ചു. പക്ഷെ ഇവിടെ കൊതുകില്ലല്ലോ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? മമ്മ പോവില്ല, ഹെൽപ്പ് ചെയ്യണം. ഞാനിപ്പോ പറഞ്ഞു നമുക്ക് നാളെ പോകുമ്പോ പകുതി ഗ്രില്ല് ചെയ്യാം, മീൻ ഗ്രില്ല് ചെയ്യാം. അപ്പൊ പകുതി നാളെ നമുക്ക് പോകുമ്പോ ഇച്ചിരി മീൻകറി വെച്ചോറിട്ട് പോകാന്ന് പറയാം. അപ്പൊ ചിപ്പി പറയാണ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതുപോലെ തിന്നാൻ തോന്നുന്നത്? എനിക്ക് വേല. അയ്യോ അറിഞ്ഞിരിക്കാണ്. പക്ഷെ ഒരു ഫീൽ അല്ലേ? വെക്കേഷൻ സമയത്ത് നമ്മളൊന്നും നോക്കരുത്. ഇനി നാളെ മുതൽ തിങ്കളാഴ്ച മുതൽ നമ്മൾ കട്ട പണിയെടുക്കുക. കുറെ കണ്ടറുണ്ടാവും. പശുവിന്റെ വടി മാറും, കൊതുകിന്റെ വിശപ്പ് മാറും. ഒരെണ്ണം കേട്ടോ. എനിക്കറിയാം, കാണാൻ പോലും ഉണ്ടാവില്ല. പറമ്പ് പോലെ സാധനങ്ങളൊക്കെ. ഓക്കെ, ആരാ ഈ വരുന്നേ? ഇത് മമ്മിയാണ് വരുന്നേ. ഇത് മാലുവിന്റെ കൂടെയാണ് വരുന്നേ. മാലു യശക്കുട്ടി എന്താ രസം. അയ്യോ പോകാം. ഇവന്റെ അടുത്തിരുന്ന മനാൻ വീഴാതെ. ഞാൻ എല്ലാ സൈഡിലും കേട്ടോ, എല്ലാ സൈഡിലും കേട്ടോ കേട്ടോ. അങ്ങനെ ചേർത്തടച്ചേ. പൊക്കിയെടുത്ത് വയ്ക്കേ, പൊക്കിയെടുത്ത് വെച്ചോ. തീയിടണ്ട. അത്രയും തീ മതി. ചെറിയ തീയുള്ളൂ. ഉള്ളിൽ കനൽ കിടപ്പുണ്ട്. കനൽ മറ്റേ വിറകിടെ പോലത്തെ അല്ല, വേണ്ട വേണ്ട വേണ്ട. ഈ കനലിൽ വെന്താൽ മതി. നമുക്ക്
അവിടുത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ എന്തായി? ചെയ്താ നമ്മള് ലാപ്ലാൻഡ് പോയപ്പം കഴിച്ച പോലത്തെ ഓർക്കുന്നുണ്ടോ? സ്കിന്ന് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ഫിഷ്. നിങ്ങൾ ഓർമ്മയുണ്ടോ നമ്മൾ കഴിച്ച? ഒരു പൊടിക്ക് തീയുണ്ട്. തീ വേണ്ട. ഒന്നും ചെയ്യണ്ട. സമയമില്ല. മാള് ഇവിടെ ഉണ്ട്. പണ്ട് നമ്മൾ ചെറുതായിരുന്നപ്പം നമുക്കും അല്ലായിരുന്നു ഈ തീപ്പെട്ടി വരയ്ക്കാൻ ഒരു കൊതിയല്ലേ എന്ന് പറഞ്ഞ പോലെ ജോണിക്കുട്ടി കണ്ടു കഴിയുമ്പോൾ വരയ്ക്കാൻ കൊതി. വീട്ടിൽ തീപ്പെട്ടി വെക്കാറില്ല. ജോണിക്കുട്ടി കഴിഞ്ഞിട്ട് ഇതിനൊരു ടിപ്പുണ്ട്. നൈസായിട്ട് കൊടുത്ത് ചാടി ഇറങ്ങി അതിൻ്റെ തീരത്ത് പോയി കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുക. കുഞ്ഞിച്ചെറുക്കനും ആ പുറകെ തന്നെ പോയി പുള്ളി തത്തി വേവ്സ് വന്നപ്പം അതിൻ്റെ ഇടയിലോട്ട് കയറി. പാൻറ് നനഞ്ഞോ അപ്പാ? പാൻറ് നനഞ്ഞോ? ആ തവളച്ചാട്ടം ഇതേ പോണു. കൂടത്തിൽ പോയല്ലോ കേട്ടോ. ആണോ? ചെറിയ കാറ്റ് കൊണ്ടാണ് വേവ്സ്. തവള ചാട എറിയണ കൂട്ടത്തില് പുള്ളിയും കൂടെ അങ്ങ് പോവാണേ. ആ വലിയൊരു മീൻ അവിടെ കിട്ടിയിട്ടുണ്ടതാ. പപ്പ വിളിക്കണം, മമ്മ ഇപ്പൊ വരാവേ. തൊട്ട് ഇവിടെയാണ് പപ്പ ഇരിക്കുന്നത്, ഇവിടെയാണ് അവര് കളിക്കുന്നത്. വിളിച്ചായിരുന്നോ? എന്തോന്ന് നോക്കുന്ന എസക്കുട്ടി. എസക്കുട്ടി ചവച്ചാ തിന്നണ്ട. വിഴുങ്ങിയോ? ഫിഷ് നമ്മൾ സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ചിക്കൻ വെച്ച് പയ്യെ തുറന്നേ. അയ്യോ ചിക്കൻ അതിന്റെ മേളിൽ. ചിക്കൻ നന്നായിട്ട് വന്നു. ഞാനേ ഇത് കൊണ്ടുവന്ന പാത്രം അതുകൊണ്ട് വെച്ചിട്ട് വരാം. എസക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടു അല്ലേ? ചക്കി ഇഷ്ടപ്പെട്ടായിരുന്നോ? ചക്കി പറയുമായിരുന്നു ചക്കിക്ക് മീൻ ഇഷ്ടമില്ലാത്ത ആളാണ്. ചക്കി പറഞ്ഞു ഇത് ഇത്ര നല്ലതായിരുന്നു, ഫിഷിന് ഇത്ര രുചി ഉണ്ടായിരുന്നു. നല്ല ചക്കി ഇത് നമ്മളുടെ ഉണ്ടാക്കണക്കാട് മുന്നേ ചക്കി പറഞ്ഞു കൊടുത്താലേ. ഇതിൽ ആപ്പിൾ മുഴുവൻ അവന് വാക്കി കൊടുത്തുന്ന അമ്മ അറിഞ്ഞു പോലും. മോനെ മതി മതി. പുറത്തേക്ക് വെച്ചേക്കാം. പാട് വരുവേ. എന്നാ ടേസ്റ്റ് അല്ല ഇതിന്. നമ്മള് ലാപ്ലാൻഡ് കഴിച്ചില്ല. ആക്ച്വലി ഞാൻ ചിക്കൻ ഗ്രില്ല് ചെയ്തത് ചക്കി കഴിച്ചില്ലെങ്കിലോ എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ ചക്കിക്ക് ഫിഷ് ഇഷ്ടപ്പെട്ടു. ഇതിങ്ങനെ ജസ്റ്റ് പീസസ് ആയിട്ട് കട്ട് ചെയ്യാം. എന്തല്ലേ കറക്റ്റ് കനലിനകത്തിരുന്നേ കഴിയാണ്ട് നല്ല കറക്റ്റ് ആയിട്ട് വന്നു. ചിക്കൻ നല്ലതായിട്ട് ഒരു രക്ഷയില്ല. ഈ സൈഡിലായിരുന്നേ, ഈ സൈഡിൽ നിന്ന് ഇപ്പുറത്തേക്ക് വന്നു. അവിടെ നിന്ന് അങ്ങോട്ട് ആന കരിമ്പും കാട്ടി കയറി നടക്കുന്ന പോലെയാണ് അവന്റെ നടത്തം മുഴുവൻ. പിള്ളേർക്ക് തന്നോടി യേശുക്കുട്ടിക്കല്ലേ വേണ്ടിയേ? പപ്പയുടെ പ്ലേറ്റ് സൈഡിലോടെ വെച്ചോ. ആ ലെമൺ കൊടുത്താ കൊറേ നേരം. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടേ നേരെ സൗണ ചെയ്യുന്നു, കുളിക്കുന്നു, കിടക്കുന്നു. മൂവി കാണണം മൂവി ഇപ്പൊ രാത്രിയാവും. നാളെ താമസം എണീറ്റാൽ മതി, കുഴപ്പമില്ല. ജോണിക്കുട്ടിയുടെ കണ്ടായിരുന്നോ പറഞ്ഞത്? ജോണിക്കുട്ടിയുടെ തമ്പനയിലായിട്ടാ തരണം, അവന്റെ കുഞ്ഞാന്ന്. നല്ല വ്യൂ അല്ലേ നിങ്ങൾക്ക് പുറത്ത്?
ഇത് കണ്ടോ? സൺസെറ്റ് കണ്ടോ? സൺസെറ്റ് കണ്ടോ? ലെഫ്റ്റ് ഓവർ ഫുഡ് നമ്മൾ ഇങ്ങനെയുള്ള കവറുകളിലാട്ടോ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജ് ചെറുതല്ലേ, അപ്പോൾ സ്ഥലം കുറവാണ് നമുക്ക്. ഇതാകുമ്പോൾ ഒതുക്കി ഒതുക്കി വെക്കാൻ പറ്റും. ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇന്നലെ ചക്കിക്ക് പനിക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ നല്ല മാറ്റമായിരുന്നു. ചക്കി രാവിലെ പറഞ്ഞ ചക്കി സുഖമായിട്ട് ഉറങ്ങാൻ പറ്റി, നല്ലായിരുന്നെന്ന്. അപ്പം ഇച്ചിരി മാളൂനും ജോണിക്കുട്ടിക്കും കുടിക്കാൻ കൊടുത്തായിരുന്നു. അന്നേരം അവർക്കും ഇന്ന് വൈകിട്ട് ഇത് തരാവോന്ന്, നല്ല സുഖമായിരുന്നെന്ന്. അപ്പം പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മുടെ ഫ്രഷ് മിന്റ് ഉണ്ടല്ലോ, അതും ഫ്രഷ് ജിഞ്ചറും കൂടെ ഇട്ട് നന്നായിട്ട് കുറേ നേരം അങ്ങ് തിളപ്പിച്ചിട്ട് ഒരു എന്താ പറയുക, ഒരു കുറച്ച് പറ്റുന്നിടം വരെ തിളപ്പിക്കും. ഒത്തിരി പറ്റിച്ച് കളയല, എന്നാലും കുറേ നേരം അങ്ങ് തിളയ്ക്കുമ്പോൾ അങ്ങ് വേവുമല്ലോ, ഇഞ്ചിയും മിന്റും വേവുന്ന അത്രയും. അത് കഴിഞ്ഞിട്ട് ഞാനൊരു കുഞ്ഞു ഷുഗർ പീസ് ചേർത്ത് കേട്ടോ. തേനുണ്ടെങ്കിൽ ചെറിയ ചൂട്, ഒത്തിരി ചൂടോടെ തേൻ ചേർക്കല്ല. കുഞ്ഞു ഷുഗറിൻ്റെ ബ്ലോക്കായിട്ട് കൊടുത്തത്. പക്ഷെ നല്ലതാണ്. ജിഞ്ചർ നമുക്കാണേലും വയറിനൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജിഞ്ചർ തിളപ്പിച്ച് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ വയറ് നല്ല സുഖമായിരിക്കും. മാറിയോ? അപ്പൊ കട്ടൻ കാപ്പി, ബെറ്റർ അല്ലേ? അപ്പൊ ഇത് കട്ടൻ കാപ്പി അല്ലേ? ചക്കിക്ക് മറ്റേ ബ്രൗൺ ലൈറ്റ് നോക്ക്. രാത്രി 1:11 എന്തൊരു സുഖിക്ക് സൗന്ദര്യം കാണണമെങ്കിൽ ഇങ്ങോട്ട് നോക്കൂ. പെട്ടു